ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വിഭവമാണ് കേരള സ്റ്റൈൽ മട്ടൺ റോസ്റ്റ്. മസാല നന്നായി പിടിച്ച് വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് മട്ടൺ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഒരുപോലെ സൂപ്പർ കോമ്പിനേഷനാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ ബിഗിനേഴ്സിനും വളരെ എളുപ്പത്തിൽ ഈ റെസിപ്പി തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു 250 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയതാണ്. എല്ലിൻ്റെ പീസസും ഉണ്ട്, ബോൺലെസ് പീസസും ഉണ്ട്. അപ്പോൾ നമുക്ക് മട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പും പിന്നെ ഗോതമ്പ് പൊടിയും കുറച്ച് നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരിയും ചേർക്കാം. ഇതെല്ലാം തേച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി അത് കഴുകിയെടുക്കുക. ഒരു 3-4 തവണ. ഞാൻ മേടിക്കുന്ന ഷോപ്പിൽ ഓൾറെഡി കഴുകി തരുന്നതാണ്, പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി കഴുകുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 തവണ വീണ്ടും കഴുകും. നല്ല ക്ലീനായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിനൊരു ലൈറ്റ് മാരിനേഷൻ കൊടുക്കാം. ഇപ്പോൾ 250 ഗ്രാം മട്ടൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെപ്പർ, ഒരു 2 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നീട് ചേർക്കുന്നില്ല. കൂടുതലും പെപ്പർ ഉപയോഗിക്കാം നമുക്ക്. ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കിത് തിരുമ്മി യോജിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം, തണുത്ത വെള്ളം, സാദാ വെള്ളം ആണ് ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഇത് വേവിക്കാൻ വെക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലൊരു വിസിൽ വരണം. പിന്നീടൊരു 4 to 6 വിസിൽ മീഡിയം ലോ ഫ്ലെയിമിൽ വന്നാൽ മതിയാകും. പിന്നെ ഓരോ കുക്കറിൻ്റെയും മട്ടൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ഇതിന് വ്യത്യാസമുണ്ടാകും. അതൊന്ന് ലാസ്റ്റ് നിങ്ങൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആവശ്യത്തിന് 1-2 വിസിലടിച്ച് അത് വേവിച്ചാൽ മതി. ഈ വെന്ത് കഴിയുമ്പം അതിനകത്ത് ഉണ്ടാകുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, മട്ടൺ സ്റ്റോക്ക്, അത് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് കൊടുക്കും കറിക്ക്. പിന്നെ ഇന്നത്തെ എൻ്റെ മട്ടൺ കറിക്ക് എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ കറിവേപ്പിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഫ്ലാറ്റിലെ പരിമിത സൗകര്യങ്ങളിൽ ഞാൻ ചെറിയൊരു ചെടിച്ചട്ടിയിൽ കറിവേപ്പില വെച്ചിട്ടുണ്ട്. അത് പക്ഷേ കഴിഞ്ഞിടയ്ക്കത്തെ കാറ്റിൽ അങ്ങ് മുഴുവൻ പോയി. പിന്നെ നമുക്കിതിൻ്റെ ഗ്രേവി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള ഉപയോഗിക്കാം. ഒരു സവോള മതിയാകും. ഈ ഒരു 250 ഗ്രാമിന് ഒരു മീഡിയം സൈസ് സവോള മതിയാകും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു 100 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ആകുമ്പം അറിയാമല്ലോ, ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ സമയമില്ലാത്ത സാഹചര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സവോള മതി, കുഴപ്പമില്ല. പിന്നെ ഞാനൊരു 10-15 വെളുത്തുള്ളിയും ഒരു അത്യാവശ്യം വലിപ്പം ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു ഉരുളി വെച്ചു. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ ശരിക്കും ആദ്യം നിങ്ങൾ പെരിഞ്ചീരകം എണ്ണ ചൂടായി വരുമ്പം പൊട്ടിക്കണം. ഞാനത് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് താളിക്കുന്ന സ്റ്റെപ്പിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റെപ്പിൽ പെരിഞ്ചീരകം ചേർത്താൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ പെരിഞ്ചീരകമൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു പച്ചമുളക് കൂടെ ചേർക്കാം. പൊതുവേ എരിവ് ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ വീണ്ടും പച്ചമുളക് ചേർക്കുന്നില്ല. ലാസ്റ്റ് പെപ്പറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഈ ചെറിയുള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഞാൻ ഈ മൂപ്പിച്ച സവോളയും അല്ലെങ്കിൽ ചെറിയുള്ളിയൊക്കെ മാറ്റി വെക്കും. എന്നിട്ട് കുറച്ച് എണ്ണ ഊർന്നു വരില്ലേ, അതിലേക്ക് ഈ മസാലകൾ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് പൊതുവേ ചെയ്യാറ്. ഇതും ഒരു അല്പം ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു
1/4 ടീസ്പൂണിനേക്കാളും താഴെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി കുറവ് ചേർക്കാൻ കാരണം നമ്മുടെ ഗ്രേവിക്ക് കുറച്ചും കൂടെ ഡാർക്കർ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ പൊടിച്ച ജീരകം, വറുത്ത് പൊടിച്ച ജീരകം. ഇത് നല്ലൊരു ഫ്ലേവർ നൽകും മട്ടൻ കറിക്ക്. പൊടികളൊക്കെ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മൂത്ത് വരും. അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് 1 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ഇട്ട് നന്നായി യോജിപ്പിക്കുക. ഇനി അടുത്ത കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ തക്കാളി നന്നായി വെന്ത് യോജിച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നത് വരെ വേവുക എന്നുള്ളതാണ്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി, ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്ത് കഴിയുമ്പം തക്കാളി കുറച്ചും കൂടെ വേഗം വെന്ത് ഉടയാൻ സഹായിക്കും. പിന്നെ ഞാൻ 1 ടീസ്പൂൺ മിച്ചം ഗരം മസാല ചേർത്തിട്ടുണ്ട്. 250 ഗ്രാം മട്ടണിന് ഈ 1 ടീസ്പൂൺ ഗരം മസാല മതിയാകും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പ്രിഫറബിളി ചൂടുവെള്ളം ചേർത്താൽ നല്ലതായിരിക്കും. അപ്പം ചൂടുവെള്ളം എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി നോക്കുക. അടിയിൽ പിടിക്കാതിരിക്കണമല്ലോ. അടിയിൽ പിടിച്ച് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ആകെ മാറിയില്ലേ. പിന്നെ മട്ടൻ ഒരു റെഡ് മീറ്റ് ആയതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ആഗ്രഹത്തിന് മാത്രം ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം പറയണമല്ലോ, നല്ല ഹൈ പ്രോട്ടീനുള്ള വിറ്റമിൻ B12 ഉള്ള സിങ്കും ഇരുമ്പും അടങ്ങിയ ഒരു മീറ്റാണ് മട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. മിതമായ അളവിൽ കഴിച്ചാൽ നമ്മുടെ മസിൽസിൻ്റെ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ ശക്തിക്കുമൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ നമ്മുടെ ഗ്രേവി എല്ലാം വെന്ത് കഴിഞ്ഞപ്പം ഞാൻ വേവിച്ച് വെച്ചിരുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്തു. പിന്നീട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. ആ വെള്ളമെല്ലാം വറ്റി റോസ്റ്റ് പരുവത്തിലാണ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുറന്നു വെച്ചിട്ടാണിത് ചെയ്യുന്നത്. അടച്ചു വെക്കേണ്ട കാര്യമില്ല. എല്ലാം വെന്തതൊക്കെ ആയതുകൊണ്ട് അടച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മട്ടനിലേക്കൊക്കെ ഉപ്പ് ചേർന്നോ എന്നുള്ളത് നോക്കാം. ഇനി എരിവ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ വീണ്ടും കുരുമുളക് പൊടി ആഡ് ചെയ്ത് ഇളക്കി എരിവെല്ലാം കറക്റ്റാക്കും. അവസാനം കുറച്ച് പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ എൻ്റെ ഭക്ഷണങ്ങൾക്ക് ഒരുപാട് എരിവില്ല. ഒരു മീഡിയം എരിവ്. ഇപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മീഡിയം ഒരു എരിവല്ലേ കിട്ടുക. ആ എരിവാണ് എൻ്റെ ഒരു ഫുഡിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേഷനിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കണം. നന്നായി വെന്ത് കുറുകിയെല്ലാം പാകമായി കഴിയുമ്പോൾ പിന്നെ ഈ പാത്രത്തിന് ചൂടുണ്ടാകുമല്ലോ. അപ്പം ആ ഒരു കാര്യം കൂടെ പരിഗണിച്ച് നമ്മൾ എപ്പോഴാണോ വെള്ളം നമുക്ക് കണക്കായി തോന്നുന്നത് അപ്പോൾ ഓഫ് ചെയ്യാം. പിന്നീടൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ പറഞ്ഞിരുന്നല്ലോ പെരുംജീരകം ഇടാൻ മറന്നുപോയതുകൊണ്ട് ലാസ്റ്റ് താളിക്കുന്ന സമയത്താണ് ഞാൻ പെരുംജീരകം ഇട്ടത്. അപ്പോൾ പെരുംജീരകം ഇട്ട് അത്യാവശ്യം ഒരു കൈപ്പിടി തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കിത് മൂപ്പിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ റോസ്റ്റിലേക്ക് ഇട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും മിനിമം അടച്ചു വെച്ച് പിന്നീട് അതെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പി. സിമ്പിളല്ലേ? ഈ റെസിപ്പി നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയൂലോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള രുചികരമായ സിമ്പിൾ റെസിപ്പികളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. പിന്നെ നമ്മുടെ ഈ മട്ടൻ കറിയിൽ തേങ്ങ
തേങ്ങാക്കൊത്ത് ചേർക്കാൻ മറക്കണ്ട കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് നമ്മുടെ കേരള സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകതയല്ലേ. പിന്നെ എനിക്കറിയാം ഭൂരിഭാഗം ആളുകൾക്കും ഈ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ കറിയുടെ ഇടയിൽ തേങ്ങാക്കൊത്തൊന്ന് കഴിക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് പണ്ടധികം ചിക്കൻ കഴിക്കാത്ത സമയത്ത് ഇതിലെ തേങ്ങാക്കൊത്തായിരുന്നു എൻ്റെ പ്രധാന പീസ് എന്ന് പറയുന്നത്, ഗ്രേവിയുടെ കൂടെ കഴിക്കുന്നത്. അപ്പം ശരി, വരുന്ന വീക്കെൻഡ് നമുക്ക് മട്ടൻ കറി ആക്കാമല്ലേ വീട്ടിൽ. നെയ്ച്ചോറും മട്ടൻ കറിയാണ് ഉച്ചയ്ക്കെങ്കിൽ പൊളി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.